ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരും ദുരിതങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ എല്ലാ തകർന്ന് തരിപ്പണമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നില് എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങളെ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അല്ലാഹു സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഈ പ്രയാസങ്ങൾ തരുന്നത്? എന്തിനാണ് പടച്ചവനീ ദുഃഖങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്തിനാണ് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? നിനക്ക് സമാധാനം തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനെന്നറിയുമോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയുമോ? നീ യഥാർത്ഥ വിശ്വാസിയാണോ? നീ ഈമാനുള്ളവനാണോ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എങ്ങനെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നത്? അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്നവനും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോ എല്ലാവരെയും ബാധിക്കുന്നു. പെരുന്നാളിന്റെ അന്ന് വരെ എന്റെ പ്രിയമുള്ളവരെ, വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ, ഇടാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരണവീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, ഈമാൻ കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഞാൻ അള്ളാഹെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ്, സിറാജുദ്ദീൻ, ഞാൻ ദീൻ, അള്ളാന്റെ ദീനിന്റെ വിളക്ക് എന്റെ പേര്. എല്ലാരും മുസ്ലിമീങ്ങളാ. അപ്പൊ അല്ല ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ? എടാ, നാവ് കൊണ്ട് അള്ളാനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തഴമ്പിലും താടിയിലൊന്നും ഒരു കാര്യമില്ലട്ടാ. ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ അള്ളാഹിക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നും അല്ലട്ടാ. അള്ളാഹിക്ക് നിന്നെ വെറുപ്പോ ദേഷ്യം ഒന്നും ഉള്ളത് കൊണ്ടല്ല. അള്ളാഹിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയ മനോഹരമായ നാട്. പണ്ടൊക്കെ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? വെള്ളപ്പൊക്കം എന്നവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കാറ്റിനൊക്കെ ഓരോ പേരാപ്പ. ഓക്കി എന്തൊക്കെ പേരാ ഇല്ലേ? ഓരോ പേരുകൾ. കാറ്റിനൊക്കെ ഓരോ പേരുകൾ. കടലൊക്കെ പണ്ടൊന്ന് കടല് കരയിലേക്ക് കയറി വന്നാൽ ഭയം, ഇന്നിറങ്ങിയാലും ഭയം. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ. പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുമെന്ന് കരുതിയതാണോ? കയറിയില്ലേ? ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ. എവിടെ
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഈ പെരുന്നാൾ കഴിയുമ്പോൾ പടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ? അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ നേരിടുമ്പോ അള്ള ചോദിച്ച എന്തെന്നറിയോ? അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന. അള്ള ചോദിക്കാ, സ്വർഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? അതന്നെ അല്ല നമ്മളോട് ചോദിക്കാ, എടാ സ്വർഗം വെറുതെ അങ്ങ് കേറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നീ കരുതിയോ? ഇല്ലടാ അനിയ, സ്വർഗ ഓസിന് കിട്ടൂലടാ. അല്ല പറയുകയാ, ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ വിഷയം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ. 40ാമത്തെ വയസ്സാകുന്നത് വരെ മുത്തുനബിയെ കുറിച്ച് അല്ലമീൻ, അല്ലാഹുവേ, ആരും എത്ര വലിയ മനുഷ്യനും പ്രവാചകനെ കണ്ടാൽ ബഹുമാനിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ മക്കക്കാരൊന്നും പറയാറില്ല. ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിലെ പടച്ചവനെ ഗാറസബുർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ മക്കയിലെ ഖുറൈശികളെ വിളിച്ചിട്ടു, അതാ തന്റെ നാട്ടുകാരെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഏകനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് മുത്തുനബി പറയുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ച, സത്യസന്ധനെന്ന് വിളിച്ച, എല്ലാവരും ആദരിച്ചിരുന്ന ആ മുത്തുനബി അവര് വിളിച്ചു കള്ളം പറയുകയാ. മുഹമ്മദ് കള്ളനാടോ, മുഹമ്മദിന് പ്രാന്താടോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാര് മുഴുവനും കുടുംബക്കാര് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടുന്ന് കളിയാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പ്രബോധനവുമായി കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ ദീനിന്റെ കുടക്കീഴിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. മുസ്ലിമായതിന്റെ പേരില് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ഉണ്ടല്ലോ. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലകൾക്ക് ചരിവില്, ആ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് കിടന്നത്. 3 കൊല്ലമാണ് ഇവിടെ കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചിട്ട് അവിടെ കിടന്ന് കാഷ്ടിക്കുകയാ. ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനങ്ങളാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച്
ഇസ്ലാമിലേക്ക് കടന്നു വന്നവരോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആ ബിലാൽ തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലുകയാ. എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുമോ? എന്തിനാണ് കഴുത്തിൽ കയറിട്ട് വലിച്ചതെന്നറിയുമോ? എന്തിനാണ് ചാട്ടവാറ കൊണ്ട് തല്ലുന്നതെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് വലിയുമ്പോ, തൊണ്ട പൊട്ടികെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ. കൊല ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല, പിന്നെ എന്തിനെന്നറിയുവോ? മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലരാരുണ്യത്തിലിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തല്ലിച്ചതക്കുകയാ. തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് വാപ്പാനെയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതക്കുകയാണ്. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്. അതാ തീ കത്തിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാണ്. തല കീഴായി കെട്ടി നിർത്തുകയാണ്. അവിടുന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. തന്റെ പച്ചയിറച്ചി തീ കാരണം ഇങ്ങനെ കത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. അതാ ശരീരം മുഴുവനും തീ ഇങ്ങനെ പടരുകയാണ്. അവസാനം അതാ മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലെ തീയങ്ങണഞ്ഞു. അതാ പച്ചയിറച്ചി കരിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. മുത്തുനബി കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിച്ചു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ്. സുമയ്യ, നീയും നിന്റെ കുടുംബത്തിലും സ്വർഗത്തിലാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്താൽ, നമ്മളെ ഇവന്മാര് കൊന്നുകളഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയല്ലേ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ,
ഉറക്കെ പറ അല്ലാഹു വഹദു, അല്ലാഹു വഹദു. പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുന്തമെടുത്തിട്ടു സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു. സുമയ്യ ബീബിയെ ചവിട്ടി തറയിലിട്ടു. ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലോ, അല്ലാഹു വഹദു. അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുകയാണ്. ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു വഹദു. ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ സുമയ്യ ബീവിയെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ആ പഴിപ്പിച്ച കുന്തമങ്ങ് വലിച്ചൂരിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖ്യഭാഗത്തേക്ക് ആ കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദു, അല്ലാഹു വഹദു. എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണോ? നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദര. എത്ര വലിയ പീഡനവും നേരിടാനുള്ള ഒരു മനസ്സാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്നാണ്. ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയേ. അതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ മോനെ. ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര്, പടച്ചവനെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല, ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമട. അവസാനം തന്റെ തലയിലേക്ക് പെട്രോളെടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ. സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ. ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സഹോദരാ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ആരെന്നറിയുമോ? നീ ആരെന്നറിയുമോ? ലോകത്ത് മുസ്ലിമീങ്ങൾ
മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാഹ്.